രാജ്യസ്നേഹത്തെയും ഭരണഘടനാപരമായ കടമകളെയും കാറ്റിൽ പറത്തി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിലെ മന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ വിജയനഗര ജില്ലയിൽ ദേശീയ പതാക ഉയർത്താനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട കർണാടക ഭവന നിർമ്മാണ മന്ത്രി ബി സമീർ അഹമ്മദ് ഖാൻ കത്ത് നൽകിയത് വൻ വിവാദമായിരിക്കുന്നു എന്നാണ് വാർത്ത. പാർട്ടി ചുമതലകളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമാണ് തനിക്ക് പ്രധാനമെന്നും അതിനാൽ പതാക ഉയർത്താൻ സമയമില്ലെന്നുമാണ് മന്ത്രിയുടെ വാദം. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ മന്ത്രിയാണ് ഈ സമീർ അഹമ്മദ് ഖാൻ. ഇവന്റെയൊക്കെ ഉള്ളിലെ വിഷം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചിന്തിക്കൂ. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ മന്ത്രി പതാക ഉയർത്തേണ്ടയാളാണ്, ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കേണ്ട വ്യക്തി. ഏറ്റവും വലുത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമാണെന്നാണ് പറയുന്നത്. അതൊരു കാരണമായിരിക്കാം. ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്താൻ ഈ കോൺഗ്രസ് മന്ത്രിക്ക് അടിയാണത്രേ. പാകിസ്ഥാനിലെ പതാകയായിരിക്കും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ഭുതപ്പെടാനുമില്ല. വാർത്തയിലേക്ക്. രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യദിന ആഘോഷ നിറവിൽ നിൽക്കുമ്പോഴാണ് കർണാടകയിലെ ഭരണകക്ഷി മന്ത്രിയുടെ അങ്ങേയറ്റം ലജ്ജാകരമായ നിലപാട് പുറത്തുവരുന്നത്. വിജയനഗര ജില്ലയിൽ പതാക ഉയർത്താൻ സർക്കാരിന്റെ ഔദ്യോഗിക നിർദ്ദേശം ലഭിച്ചിട്ടും ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തനങ്ങളാണ് തനിക്ക് പ്രാധാന്യമെന്നും അതിനാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും കാണിച്ച് കർണാടക ഭവന നിർമ്മാണ മന്ത്രി BZ സമീർ അഹമ്മദ് ഖാൻ കത്ത് നൽകുകയായിരുന്നു. ത്രിവർണ്ണ പതാക ഉയർത്തുക എന്ന പവിത്രമായ ഭരണഘടനാ ചുമതലയേക്കാൾ വലുതാണോ പാർട്ടി രാഷ്ട്രീയമെന്നാണ് രാജ്യവ്യാപകമായി ചോദ്യമുയരുന്നത്. സംഭവം വൻ വിവാദമായതോടെ സർക്കാരിന് മറ്റൊരു മന്ത്രിയെ താൽക്കാലികമായി പതാക ഉയർത്താൻ ചുമതലപ്പെടുത്തേണ്ടി വന്നു. ദേശീയ ദിനാഘോഷങ്ങളെക്കാൾ പാർട്ടി കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുൻഗണനകളാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്ന വിമർശനവും അതിശക്തമായി കഴിഞ്ഞു. ജനം, ഡൽഹി.